UDF-ലെ സീറ്റ് മാറ്റ ചർച്ചകളിലൂടെ വാർത്തകൾ നിറയുന്ന ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിലാണ് ഇന്ന് ഗ്രൗണ്ട് സീറോ എത്തിയിരിക്കുന്നത്. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൽ നിന്നും സീറ്റ് ഏറ്റെടുക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം. എന്നാൽ ജോസഫ് ഗ്രൂപ്പ് ഇതിന് ഇതുവരെ വഴങ്ങിയിട്ടില്ല. മറുവശത്ത് ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ തന്നെയായിരിക്കും LDF സ്ഥാനാർത്ഥി. തദ്ദേശ ഫലം നൽകുന്ന ആത്മവിശ്വാസത്തിലാണ് BJP. വൈക്കം കഴിഞ്ഞാൽ കോട്ടയം ജില്ലയിലെ ചുവപ്പൻ തുരുത്താണ് ഏറ്റുമാനൂർ. കഴിഞ്ഞ 3 തിരഞ്ഞെടുപ്പുകളിൽ വിജയിച്ചത് CPIM-ന്റെ സ്ഥാനാർത്ഥികൾ. അതിനു മുൻപുള്ള 4 തിരഞ്ഞെടുപ്പുകളിലാകട്ടെ വിജയിച്ചത് കേരള കോൺഗ്രസ് എമ്മിൻ്റെ തോമസ് ചാഴിക്കാടനും. കേരള കോൺഗ്രസ് എം LDF-ലെത്തിയപ്പോഴും ഏറ്റുമാനൂർ സീറ്റ് CPIM-ന്റെ കയ്യിൽ തന്നെ. ഇത്തവണ സംശയമൊന്നുമില്ല, മന്ത്രി VN വാസവൻ വീണ്ടും മത്സരിക്കും. മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ പ്രോഗ്രസ് കാർഡ് അവതരിപ്പിച്ച് VN വാസവൻ അനൗദ്യോഗിക പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു. മണ്ഡലം ഇടത്തോട്ട് തന്നെ ഉറച്ചു നിൽക്കുമെന്നാണ് CPIM-ന്റെ വിശ്വാസം. കേരളത്തിലെ തെരഞ്ഞെടുപ്പിൻ്റെ പാറ്റേൺ ശ്രദ്ധിച്ചാൽ പാർലമെൻറ്റിൽ നിന്ന് വ്യത്യസ്തമാകും തദ്ദേശത്തിൽ നിന്ന് വ്യത്യസ്തമാണ് നിയമസഭ. പൊതുവിലെടുക്കുമ്പോൾ വലിയ തോതിലൊന്നും വോട്ടിംഗ് രീതിയിൽ പുറകോട്ട് പോയിട്ടില്ല. ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ ഭൂരിപക്ഷം വർദ്ധിക്കും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. എന്നാൽ അത്ര ലളിതമല്ല കണക്കുകൾ. 2021-ൽ VN വാസവൻ വിജയിച്ചത് 14,303 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ. 7,624 വോട്ടുകളാണ് കോൺഗ്രസ് വിമതയായി മത്സരിച്ച ലതിക സുഭാഷ് നേടിയത്. 2016-ൽ തോമസ് ചാഴിക്കാടനെതിരെ K സുരേഷ് കുറുപ്പിനുണ്ടായിരുന്നത് 8,899 വോട്ടുകളുടെ ഭൂരിപക്ഷം. അതായത് കേരള കോൺഗ്രസ് എം LDF-ലെത്തിയതിൻ്റെ മെച്ചം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായി എന്ന് പറയാനാവില്ലെന്ന് ചുരുക്കം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും വ്യക്തമായ ലീഡ് നേടാൻ UDF-നായി. ഏറ്റുമാനൂർ നഗരസഭയിൽ ചരിത്രത്തിലാദ്യമായി LDF 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. അയ്മനത്ത് ഭരണം പിടിച്ചും ഏറ്റുമാനൂർ നഗരസഭയിലും അർപ്പുക്കരയിലും 2ാമതെത്തിയും BJP-യും നേട്ടമുണ്ടാക്കി. കേരള കോൺഗ്രസ് ജോസഫിൽ നിന്നും ഏറ്റുമാനൂർ പിടിച്ചെടുക്കാനുള്ള കോൺഗ്രസ് നീക്കമാണ് തുടക്കത്തിലെ കല്ലുകടിയായിരിക്കുന്നത്. DCC പ്രസിഡന്റ് നാട്ടകം സുരേഷിനെ മത്സരിപ്പിക്കാനാണ് കോൺഗ്രസ് നീക്കം. വൈസ് പ്രസിഡന്റ് G ഗോപകുമാർ, യൂത്ത് കോൺഗ്രസ് നേതാവ് PK വൈശാഖ് എന്നിവരുടെ പേരുകളും സജീവം. കൈപ്പത്തി ചിഹ്നത്തിൽ സ്ഥാനാർത്ഥിയെത്തിയാൽ വിജയം സുനിശ്ചിതമെന്നാണ് കോൺഗ്രസ് വിലയിരുത്തൽ. കഴിഞ്ഞ തവണകളിൽ തുടർച്ചയായി പരാജയപ്പെട്ടു എന്നുള്ളത് ഗൗരവതരമായ നിലയിൽ ഞങ്ങൾ പരിശോധിച്ചിട്ടുണ്ട്. കൃത്യമായ അത് പരിഹരിക്കുന്നതിനുള്ള സംഘടനാ പ്രവർത്തനവും സംഘടനാ സംവിധാനവും രീതികളുമെല്ലാം ചിട്ടപ്പെടുത്തി ഒരു തെരഞ്ഞെടുപ്പിന്, ഒരു യുദ്ധത്തിനൊരു സേന തയ്യാറാകുന്നത് പോലെ ഞങ്ങൾ വളരെ കൃത്യമായി തെരഞ്ഞെടുപ്പിന് സജ്ജമായി കഴിഞ്ഞു. ഏറ്റുമാനൂരിന് പകരം പൂഞ്ഞാർ വേണമെന്നാണ് ജോസഫ് ഗ്രൂപ്പിൻ്റെ ആവശ്യം. കഴിഞ്ഞ തവണ മത്സരിച്ചു തോറ്റ 4 സീറ്റുകളും ഏറ്റെടുക്കുമെന്ന കോൺഗ്രസ് ഭീഷണി അവരുടെ ഉറക്കം കെടുത്തുന്നു. പിണങ്ങിപ്പിരിഞ്ഞാൽ ചെന്നുകയറാൻ മറ്റൊരു ഇടമില്ല. മണ്ഡലം ഉറപ്പിച്ചാൽ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെയ്സൺ ജോസഫ്, ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ്മോൻ മുണ്ടക്കൽ തുടങ്ങിയ പേരുകളാണ് പരിഗണനയിൽ. തുടർ ചർച്ചകളിൽ പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്നും നേതൃത്വം പ്രതീക്ഷിക്കുന്നു. കേരള കോൺഗ്രസ് മത്സരിച്ച സീറ്റുകളിലെല്ലാം കേരള കോൺഗ്രസ് തന്നെയായിരിക്കും ഇപ്രാവശ്യം മത്സരിക്കുക എന്നാണ് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുള്ളത്. പിന്നെ അതൊക്കെ UDF തലത്തിലൊരു തീരുമാനം എടുത്തു വരേണ്ട കാര്യമാണല്ലോ. UDF-ൽ കോൺഗ്രസ് ആണ് മത്സരിക്കുന്നതെങ്കിൽ കോൺഗ്രസിന് വേണ്ടി കേരള കോൺഗ്രസ് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കും. കേരള കോൺഗ്രസ് ആണ് മത്സരിക്കുന്നതെങ്കിൽ UDF-ലെ എല്ലാ കക്ഷികളും, കോൺഗ്രസ് ഉൾപ്പെടെയുള്ള എല്ലാ കക്ഷികളും ആ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രവർത്തിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മിന്നുന്ന പ്രകടനത്തോടെ BJP-യും തികഞ്ഞ പ്രതീക്ഷയിലാണ്. ജില്ലയിലെ മുതിർന്ന നേതാവ് TN ഹരികുമാർ തന്നെയായിരിക്കും വീണ്ടും സ്ഥാനാർത്ഥിയായി മത്സരിക്കുക. NDA-യ്ക്കും LDF-നും കാര്യമായ ആഭ്യന്തര പ്രശ്നങ്ങളൊന്നും ഏറ്റുമാനൂരിലില്ല. എന്നാൽ UDF-ന്റെ സ്ഥിതി അതല്ല. സീറ്റ് മാറ്റത്തിലെ കുരുക്കുകൾ അഴിക്കുകയാണ് UDF-ന് മുന്നിലുള്ള പ്രധാന വെല്ലുവിളി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.